നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനുമായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ അധ്യക്ഷന്മാരായി തിരഞ്ഞെടുത്ത് ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, സത്യസന്ധമായും ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി മനഃപൂർവമായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ കഴിയും. അതിനായി ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.